ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കാലം കഴിയുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. എണ്ണയില്ലാതെ തന്നെ നല്ലൊരു സ്നാക്ക് വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരു 2-3 വിസിലിൽ നിന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുത്തതിന് നമുക്ക് തണുത്തതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു ചെറിയ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം മൈദാമാവാണ് വേണ്ടത്. മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. മൈദാമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം ശർക്കരയുടെ പാനിയാണ്. അപ്പം ഞാൻ നേരത്തെ കുട്ടി ശർക്കര തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ശർക്കരയുടെ പാനി തയ്യാറാക്കുന്നത് കാണിക്കാഞ്ഞത്. 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം തേങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകണ്ട. അതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അരച്ചെടുത്ത ഈ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഒരു 1/2 കപ്പോളം റവയാണ്. റവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്ക് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ഒരുപാട് ലൂസായി പോകണ്ട, നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വേവിക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവിയതിന് ശേഷം ഞാൻ ഓരോ സ്പൂണായിട്ട് അതിലേക്ക് കോരി ഒഴിക്കുകയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനങ്ങനെ എല്ലാം ഒരു ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഫുഡ് കളർ ചേർത്തില്ല. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി പിന്നെ കുറച്ച് ഫുഡ് കളർ കൂടെ ചേർത്തിട്ട് ഞാൻ ഇത് വേവിച്ചെടുത്തത്. ഇത് രണ്ടാമത് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നല്ലൊരു പലഹാരം റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് ചക്ക കൊണ്ട് തയ്യാറാക്കിയതൊന്നും ഒട്ടും തന്നെ പറയില്ല. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. എണ്ണയോ ഒന്നും തന്നെ ഒട്ടും തന്നെ ചേർന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല രുചികരമായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ലൊരു പലഹാരം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.